വർഷത്തിന്റെ കാലയളവിനിടയിൽ ചെയ്ത കുറ്റകൃത്യങ്ങളാണ്. ഈ 18 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് എവിഡൻസോടുകൂടി ഈ പറയുന്ന സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലുള്ളത്. പക്ഷേ ഒരു കൺഫെഷനൊന്നും സെബാസ്റ്റ്യന്റെ ഭാഗത്ത് ഇനി ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകില്ല, കൺഫെഷൻ തയ്യാറാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരു 68 വയസ്സായ ആളിന് ഇതിലൊരു കൺഫെഷനിലേക്ക് പോകാനുള്ള സാധ്യതയുമില്ല. പക്ഷേ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഈ കേസിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ശാസ്ത്രീയ പരിശോധനകളൊപ്പം ഈ പറയുന്ന തിരോധാന കേസുകളും കൊലക്കേസുകളുമായി പറയുന്ന ഈ സ്ത്രീകളുമായി സെബാസ്റ്റ്യന് കൃത്യമായ ഒരു ബന്ധമുണ്ടെന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. നിലവിൽ ഇവരുമായി സാമ്പത്തിക ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന തെളിവുകളുണ്ട്. അതിനപ്പുറത്തേക്ക് തിരോധാനത്തിലേക്ക് ഈ സാഹചര്യ തെളിവുകൾ വെച്ച് സെബാസ്റ്റ്യൻ വഴി ഒരു ലിങ്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു ശ്രമമായിരിക്കില്ലേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് മുന്നിലുള്ളത്? ഷെഫീദ്, ഇനി ഒരു അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെയായിരിക്കും? സുഹേൽ, 2006 മുതൽ 2024 വരെയുള്ള കാലത്ത് നടന്ന 3 തിരോധാന കേസുകൾ, അതിൽ തന്നെ ജൈനമ്മയുടെ കേസിലാണ് പോലീസിന് വൈറ്റൽ എവിഡൻസ്, അതല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് വൈറ്റൽ എവിഡൻസും സെബാസ്റ്റ്യനിലേക്ക് കണക്ട് ചെയ്യാനുള്ള ലിങ്ക് കിട്ടിയത്. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് മറ്റ് 2 പേർ, അതിൽ ബിന്ദു പത്മനാഭനാകട്ടെ ഐഷയാകട്ടെ മറ്റ് 2 പേരിലേക്ക് കാര്യങ്ങൾ പോയതും. ഏതായാലും ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചൊരു കോൺക്രീറ്റ് എവിഡൻസ് അവരുടെ പക്കലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജൈനമ്മയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, സ്വർണ്ണ പണയപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങളും സ്വർണ്ണ വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളുമാണ് സെബാസ്റ്റ്യനെ മുൾമുന്നിൽ നിർത്തിയിട്ടുള്ളത്. പിന്നീടുള്ളത് സംശയങ്ങൾ, അസംഷൻസ് ആണ്. പോലീസിനെ സംബന്ധിച്ച് ഏതൊരു കുറ്റകൃത്യത്തിലും അസംഷൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനം ജൈനമ്മയുമായി ബന്ധപ്പെട്ട് നടത്തിയ, നേരത്തെ ടോബി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അവസാനം ജൈനമ്മയുടെ ഫോണിലേക്ക് റീചാർജ് ചെയ്യുന്നത്, ജൈനമ്മയുടെ ഫോൺ കൈവശം ഉണ്ടായിരുന്നത് സെബാസ്റ്റ്യന്റെ പക്കലാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. അതേ ടവർ ലൊക്കേഷനിൽ ട്രേസ് ചെയ്തപ്പോൾ ഏറ്റവും അവസാനം ജൈനമ്മയുടെ ഫോൺ ഓണായ സ്ഥലത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതും ഏതെങ്കിലും തരത്തിൽ ഈ കിട്ടിയ അവശിഷ്ടങ്ങൾ അത് ജൈനമ്മയുടേതാണെന്ന് ഉറപ്പിക്കണം നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മാത്രമേ അതൊരു മർഡർ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയും അതിനുശേഷം അത് സെബാസ്റ്റ്യൻ തന്നെയാണെന്ന് ഉറപ്പിക്കാനുള്ള എവിഡൻസും പോലീസിനെ സംബന്ധിച്ച് ലഭിക്കുകയും വേണം. മറ്റ് 2 കാര്യങ്ങൾ, അത് ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും കാര്യത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ വീടിന്റെ പരിസരത്തുണ്ട് എന്നുള്ളത് കണ്ടെത്താനാണ് ഇന്ന് വീണ്ടും ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയത്. അതിൽ ഫോറൻസിക് സംഘം അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും അതിനകത്തൊരു ലീഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി പോയി. ഇപ്പോൾ അല്പസമയത്ത് മുൻപ് ഇത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഈ പരിശോധന ഉച്ചയ്ക്ക് ശേഷവും പുനരാരംഭിക്കും. മറ്റു ചില സ്പോട്ടുകൾ, അത് നേരത്തെ മാർക്ക് ചെയ്ത സ്പോട്ടുകളുണ്ട്, അതടക്കമുള്ള സ്ഥലത്ത് 2.5 മീറ്റർ ആഴത്തിൽ മണ്ണു മാറ്റി പരിശോധന നടത്തും. പോലീസിനെ സംബന്ധിച്ച് ഇന്നും നാളെയും നടക്കുന്ന ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യൻ ഇതേ നില തുടരുകയാണെങ്കിൽ അന്വേഷണ സംഘം വീണ്ടും കുഴപ്പത്തിലാകും. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്വാഭാവിക ഫോർമാലിറ്റി എന്ന രീതിയിൽ കേസിന്റെ തുടർ നടപടികൾ നീക്കുക മാത്രമാണ് അന്വേഷണ സംഘം ചെയ്യുക. അതല്ല മറ്റേതെങ്കിലും തരത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യണം, പ്രത്യേകിച്ച് ഈ പരിസരത്ത് തന്നെയുള്ള ഈ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്ന കുറച്ച് പേരെ ചോദ്യം ചെയ്യണം. അതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ നടത്താനാണ് വീട്ടിൽ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അടക്കം ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ്. ഒരുപാട് മിസ്സിംഗ് ലീഡ്സ് ഉണ്ട്. അതെല്ലാം കണക്ട് ചെയ്ത് സെബാസ്റ്റ്യനിലേക്ക് കൃത്യമായി എത്തിച്ചേരാനുള്ള തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം